ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അമ്മമാർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം മുട്ടയുടെ മഞ്ഞക്കരുവിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കാൻ പറ്റിയ ഒട്ടും മടുക്കാത്ത ഒരു വെഗൻ ഡ്രിങ്കുമായിട്ടാണ്. റാഗി ഡേറ്റ്സ് മിൽക്ക് ഷേക്ക്. കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സ് കഴിഞ്ഞവർക്ക് പശുവിൻ പാലിലോ അല്ലെങ്കിൽ 8 മാസം കഴിഞ്ഞവർക്ക് ഫോർമുല മിൽക്കിലോ മുലപ്പാലിലോ ഇത് തയ്യാറാക്കി കൊടുക്കാം. ഒരൊറ്റ മാസം കൊണ്ട് കുഞ്ഞിൻ്റെ തൂക്കത്തിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് നേരിട്ട് കാണാം. എന്തുകൊണ്ട് റാഗിയും ഈന്തപ്പഴവും? പെട്ടെന്ന് തടി വയ്ക്കാൻ. റാഗിയിലെ കാർബോഹൈഡ്രേറ്റും ഈന്തപ്പഴത്തിലെ നാച്ചുറൽ കലോറിയും ഒത്തുചേരുമ്പോൾ കുഞ്ഞിന് ആവശ്യമായ പോഷകങ്ങൾ കിട്ടുകയും തടി വയ്ക്കുകയും ചെയ്യും. രണ്ടാമതായി അയൺ റിച്ച് ആണ്. ഈന്തപ്പഴത്തിൽ ഇരുമ്പ് സത്ത് ധാരാളം ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ വിളർച്ച മാറി നല്ല ചോര വയ്ക്കാൻ ഇത് സഹായിക്കും. മൂന്നാമതായി എല്ലുകൾക്ക് നല്ല ബലം കിട്ടും. റാഗിയിലെ കുഞ്ഞുങ്ങളുടെ പല്ലുകൾക്കും എല്ലുകൾക്കും നല്ല ഉറപ്പ് നൽകും. ഇത് തയ്യാറാക്കേണ്ട രീതി പറഞ്ഞു തരാം. ആദ്യമായി ആവശ്യമുള്ള സാധനങ്ങളാണ്: റാഗിപ്പൊടി 1 വലിയ സ്പൂൺ, കുരു കളഞ്ഞ നല്ല സോഫ്റ്റ് ഈന്തപ്പഴം 2 എണ്ണം, പശുവിൻ പാൽ. കുട്ടിക്ക് 1 വയസ്സ് തികഞ്ഞിട്ടില്ല എങ്കിൽ വെള്ളമോ മുലപ്പാലോ എടുക്കാം. 1 വയസ്സ് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ നമുക്ക് പശുവിൻ പാൽ ചേർക്കാവുന്നതാണ്. അടുത്തതായി പശുവിൻ നെയ്യാണ്. 1/2 ടീസ്പൂൺ മതിയാകും. ഉണ്ടാക്കേണ്ട രീതി പറഞ്ഞു തരാം. ആദ്യം ഈന്തപ്പഴം ചെറു ചൂടുവെള്ളത്തിൽ 15 മിനിറ്റ് കുതിർത്ത് വെച്ച ശേഷം നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. ഒരു പാത്രത്തിൽ റാഗിപ്പൊടിയും ലേശം വെള്ളവും ചേർത്ത് കട്ട കെട്ടാതെ കലക്കുക. ഇത് അടുപ്പത്ത് വെച്ച് ചെറു തീയിൽ നന്നായി കുറുക്കി വേവിച്ചെടുക്കുക. വെന്ത് വരുമ്പോൾ കുറച്ച് നെയ്യ് ചേർക്കാം. ഈ വെന്ത റാഗി കുറുക്ക് നന്നായി ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം പേസ്റ്റും ആവശ്യത്തിന് പാലും അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളം ചേർത്ത് നന്നായി അടിച്ചെടുക്കുക. റാഗി മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് നൽകുമ്പോൾ അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. പഞ്ചസാര ഒട്ടും തന്നെ ഇതിന് ആവശ്യമില്ല. ഈന്തപ്പഴത്തിന് നല്ല മധുരമുള്ളത് കൊണ്ട് പ്രത്യേകം മധുരം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. രണ്ടാമതായി പാലിൻ്റെ കാര്യമാണ്. 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പശുവിൻ പാൽ കൊടുക്കരുത്. അവർക്ക് വെള്ളത്തിൽ റാഗി കുറുക്കിയ ശേഷം ചൂടാറുമ്പോൾ മുലപ്പാലിലോ അഥവാ ഫോർമുല മിൽക്കോ ചേർത്ത് മിക്സ് ചെയ്ത് നൽകാം. മികച്ച സമയമാണ്. നല്ല എനർജി തരുന്ന ഒന്നായതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പമോ വൈകുന്നേരമോ കൊടുക്കാം. ഇത് നൽകുന്നതിന് കുറച്ച് ശാസ്ത്രീയമായ വശങ്ങളുണ്ട്. റാഗിയും ഈന്തപ്പഴവും കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് നൽകുന്ന പോഷകങ്ങൾ മെഡിക്കലായി തെളിയിക്കപ്പെട്ടിട്ടുള്ളവയാണ്. ആദ്യമായി കാൽഷ്യത്തിന്റെ കലവറയാണ്. ധാന്യങ്ങൾ വെച്ച് ഏറ്റവും കൂടുതൽ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഒന്നാണ് റാഗി. ഇത് കുഞ്ഞുങ്ങളുടെ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് അത്യാവശ്യമാണെന്ന് ശാസ്ത്രം വ്യക്തമാക്കുന്നുണ്ട്. അയൺ റിച്ച് ആണ്. ഈന്തപ്പഴത്തിൽ ഉയർന്ന അളവിൽ അയൺ സത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിൽ ഹീമോഗ്ലോബിൻ കൂട്ടാനും കുഞ്ഞുങ്ങളുടെ വിളർച്ച തടയാനും സഹായിക്കും. ഹെൽത്തി വെയ്റ്റ് ഗെയിനിന്, അതായത് റാഗിയിലെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റും ഈന്തപ്പഴത്തിലെ നാച്ചുറൽ കലോറിയും കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് എനർജി നൽകാനും ഹെൽത്തിയായി ഭാരം കൂട്ടാനും സഹായിക്കും. 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പശുവിൻ പാൽ കൊടുക്കരുത് എന്നത് ലോക ആരോഗ്യ സംഘടനയുടെ, അതായത് WHO കർശനമായ നിർദ്ദേശമാണ്. 1 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വൃക്കകൾക്കും ദഹന വ്യവസ്ഥയ്ക്കും പശുവിൻ പാലിലെ ഉയർന്ന പ്രോട്ടീൻ താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് 8 മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ഇത് വെള്ളത്തിൽ കുറുക്കി തണുത്ത ശേഷം മുലപ്പാലോ ഫോർമുല മിൽക്കോ ചേർത്ത് കൊടുക്കണം. കുഞ്ഞ് ഹെൽത്തിയായി ഇരിക്കാനും ശരീരപുഷ്ടി കൂട്ടാനും സഹായിക്കുന്ന ഈ റാഗി ഡേറ്റ് ഷേക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലായല്ലോ. കുറുക്കുകൾ കഴിച്ചു മടുത്ത കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് റെസിപ്പിയാണിത്. പക്ഷേ ഒരു കാര്യം എൻ്റെ അമ്മമാർ എപ്പോഴും മനസ്സിൽ വെക്കണം. തൂക്കം കൂടുക എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ ഉരുള പോലെ തടിപ്പിക്കുക എന്നല്ല, കുഞ്ഞിന് നല്ല ആക്ടിവിറ്റിയും പ്രതിരോധ ശേഷിയും ഉണ്ടാക്കുക എന്നതാണ് പ്രധാനം. അതുകൊണ്ട് മറ്റു കുഞ്ഞുങ്ങളുടെ തടി കണ്ട് ആരും വിഷമിക്കാൻ നിൽക്കണ്ട. ഇതൊന്ന് കൊടുത്ത് നോക്കിയിട്ട് വരുന്ന മാറ്റങ്ങൾ കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന അമ്മമാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടാതെ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. എൻ്റെ പരിമിതമായ അറിവുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.